നല്ല മണം വരുന്നുണ്ട്. തട്ടിക്കൂട്ടാണോ വല്ലപ്പോഴും ഉണ്ടാക്കിയിട്ടുണ്ടോ പിസ്സ? പരീക്ഷണമാണത്. കുടുക്കോ സംഭവിക്കില്ലല്ലോ ഈശ്വര. കുറെ നാളായി പൊറോട്ടയൊക്കെ കഴിച്ചിട്ട്. നമ്മുടെ ഇവിടെ കിട്ടുന്ന പിസ്സയും ഇറ്റലിയിൽ പോയിട്ട് കഴിച്ച പിസ്സയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മുടെ തുന്തുരു വന്നിട്ടുണ്ട്. സരിതര ആംഗ്ല അറിയാത്തവരോട് പറയുന്നത് തുന്തുരു മാൾട്ടയില് ഇത് ഹോട്ടലില. ഞാനവിടെ DB എന്ന് പറഞ്ഞ ഗ്രൂപ്പ് അവരുടെ റെസ്റ്റോറൻറ്റിൽ വർക്ക് ചെയ്യാം. അവിടെയാണ് 2 മാസമായി വന്നിട്ട്. ഇന്നാണ് തുന്തുരുവിന് സമയം കിട്ടിയത് വരാൻ വേണ്ടിയിട്ട്. ഇപ്പഴേ പോവാറായി തുടങ്ങി. അടുത്ത ഞായറാഴ്ച പോവും. അപ്പോൾ സുഷി ഉണ്ടാക്കാന്നാണ് തുന്തുരു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിന്റെ സാധനങ്ങളൊന്നും ഇവിടെ കിട്ടാനില്ല. അതെ. അപ്പോൾ അത് ഇനിയിപ്പോൾ അത് അടുത്ത വരവിൽ നമുക്ക് ആമസോണിലുണ്ടെന്നാ പറയണേ. മുന്നേ ആലോചിച്ചിരുന്നെങ്കിലൊക്കെ ഓർഡർ ചെയ്തൊക്കെ വാങ്ങിച്ച് വെക്കാമായിരുന്നു. എനിക്ക് ഇവൻ വന്നിട്ട് അധികം ദിവസമായിട്ടില്ലേ. എല്ലാവരും ചോദിക്കും, ഞാൻ പറയും അവൻ കുറേ നാളുണ്ടാവും. 2.5 മാസത്തെ ലീവ് ഉണ്ട്. പക്ഷേ ജനുവരി 3-ാം തീയതി എത്തിയതാണ്. 2 മാസം കഴിഞ്ഞത് ഞാൻ ആലോചിക്കണ്ടായിരുന്നില്ല. അങ്ങനെ ആയിട്ട് ഇപ്പം എന്തായി, ഇപ്പോൾ പോവാറായി. 10-ാം തീയതി പോകുന്നു പറഞ്ഞപ്പോഴാണ്. അപ്പോൾ സുഷി ഉണ്ടാക്കാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് തട്ടിക്കൂട്ടാണോ പിസ്സയാണ് ഉണ്ടാക്കാൻ പോണേട്ടാ. പിസ്സ ഉണ്ടാക്കാനായിട്ട് പലപ്പോഴും പറഞ്ഞു തന്നിട്ടുണ്ട്. വോയിസ് ഒക്കെ അയച്ചു തന്നിട്ടുണ്ട്. ഉണ്ടാക്കേണ്ടത് നമ്മളോട് തന്നെ ചെയ്തോളാൻ പറഞ്ഞിട്ട്. ഓവൻ ഇവിടെ കിട്ടിയപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇനി ഓവൻ ഉണ്ടല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതുള്ളൂ എന്നിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷേ നമ്മളത് ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല. അപ്പോൾ അവൻ തുന്തുരു തന്നെ നമുക്ക് ഉണ്ടാക്കി തരാൻ പോകണം. ശരത്ത് എന്നാണ് കേട്ടോ അവൻ്റെ ശരിക്കുള്ള പേര്. പക്ഷെ അതെ, അങ്ങനെ ഇറ്റാലിയൻ പിസ്സ അതാണ് ഉണ്ടാക്കാൻ പോണത്. ഞാൻ ഇതിന്റെ ബേസ് ഉണ്ടാക്കണം ആദ്യം തന്നെ അല്ലേ? ശരി ചേട്ടാ, എന്നാലും വരും. എന്നിട്ട് അപ്പൊ നമുക്ക് ഇനി ആദ്യം ചെയ്യാൻ പോണെന്നിട്ടാ അതിന്റെ ബേസ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് നമുക്ക് അതിന്റെ ഡോ ഉണ്ടാക്കണം. ഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൈദ കുഴച്ചിട്ടുള്ള മാവ്, അതിനാണ് ഡോ എന്ന് പറയുക. അപ്പം അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഈസ്റ്റ് ഉണ്ട്. ഈസ്റ്റ് മറ്റേ ഫെർമെൻറ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പം അതിൽ കുറച്ച് ഒരു നുള്ള് പഞ്ചസാരയും ഒരു നുള്ള് ഉപ്പ് ഇട്ടിട്ട് ചെറിയ ചൂടുവെള്ളം നമുക്ക് വിരലൊക്കെ മുക്കാൻ പാകത്തിനുള്ള ആ ചൂടിൽ വെക്കണം ഒരു 10 മിനിറ്റ് നേരം. അപ്പോൾ അതിങ്ങനെ പൊന്തി വരും. പൊന്തി വന്നതിന് ശേഷം അതും പിന്നെ വെള്ളം കൂടിയിട്ട് ഈ മൈദയിലിട്ട് കുഴക്കണം. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഭാഗമായിട്ട് നമുക്ക് ഈസ്റ്റ് ഇടാം. ഈസ്റ്റ് ഒരു 10 ഗ്രാം ഇടാം. നമ്മുടെ കിച്ചൺ സ്കെയിലൂടെ ഉണ്ട്. അതിൽ നമ്മളിങ്ങനെ ഗ്ലാസ് ഇങ്ങനെ വെച്ചേക്കാട്ടോ. ഇതിൻ്റെ അളവൊക്കെ കറക്റ്റ് ആയിരിക്കണം അത്ര. ഇപ്പോൾ ഗ്ലാസ് വെച്ചിട്ട് 0 ആക്കിയിട്ടാ. ഇത് നോക്കാം നമുക്ക്. കുറെ എഴുതിയിരുന്നോണ്ട് 10 ഗ്രാം എന്ന് അല്ല, ഇത് ആകെ 25 ഗ്രാം ഉള്ളൂ. 10 ഗ്രാം വേണ്ടേ? 8 9 9.4 അയ്യോ 11 മെഷീൻ കംപ്ലൈന്റ് ഇല്ലല്ലോ അല്ലേ? ഇത് ഉപയോഗിക്കാറൊന്നുമില്ല ആവത്ത്. അയ്യോ ഞാൻ ഊതിയപ്പോൾ 15 ഗ്രാമായി. അപ്പോൾ 10 ആയി. അപ്പോൾ 10 ഗ്രാം ഈസ്റ്റ് എടുത്തു. അതിലേക്ക് ഒരു 1 സ്പൂൺ പഞ്ചസാര ഇടാം. അതിനൊക്കെ അളവുണ്ടോ? പഞ്ചസാര വേണമെന്നൊന്നുമില്ല. ലേശം ഉപ്പ്. ഇനി ഇതിലേക്ക് ചൂടുവെള്ളം ചൂടായത് മിക്സ് ചെയ്യാം. ഇത്രയും വെള്ളം വേണം. അല്ല, ഞാൻ സ്പൂൺ വയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്തു. കണ്ടുപിടിച്ചോട്ടാ. അപ്പം ഇടയ്ക്ക് എനിക്ക് പിസ്സ കഴിക്കാൻ തോന്നുമ്പോൾ നിനക്ക് തന്നെ ഉണ്ടാക്കാം. അല്ല, നിനക്ക് തന്നെ തോന്നുന്നു. ഇല്ല, നിനക്ക് തന്നെ സാധനങ്ങളൊക്കെ ഉണ്ട്. മൈദ ഒരു 10 മിനിറ്റ് ഇരിക്കട്ടെ. അങ്ങനെ ഓക്കെ, 10 മിനിറ്റ് ഇരിക്കട്ടെ. ഒരു കൊല്ലം കഴിഞ്ഞാൽ വേണം തോന്നുമ്പോൾ വാങ്ങിക്കും. ചൂട് തുടങ്ങിയപ്പോ 1 കിലോ മൈദ. നമ്മൾ ഈസ്റ്റ് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 1 കിലോ മൈദ കൊണ്ട് ഉണ്ടാക്കാൻ പോണം. അതിലേക്കുള്ളതാണല്ലേ ചെയ്യണത്. അപ്പോൾ 1 കിലോ മൈദയിലേക്കാണ് 10 ഗ്രാം ഈസ്റ്റ്.
അല്ലേ? അതെ അതെ. വല്ലപ്പോഴും ഉണ്ടാക്കിയിട്ടുണ്ടോ പിസ്സ? ലൈറ്റിൽ വർക്ക് ചെയ്യുമ്പോ പിസ്സ ഉണ്ടാക്കിയിട്ടില്ലേ? പിസ്സ ഉണ്ടാക്കിയിട്ടുണ്ട്. പരീക്ഷണമാണത്. പിസ്സ ഉണ്ടാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോ ഉണ്ടാക്കിയിട്ടില്ലേ, പിസ്സ ഉണ്ടാക്കാറുണ്ട്. ഡോ അവിടെ വേറെ പിസ്സ ഷെഫുമാരുണ്ട്, അവരുണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. നമ്മൾ പരത്തി അതിൻ്റെ മുകളിൽ സോസ് കഴിച്ച് ഫില്ലിങ് ഇട്ട് നേരെ ഓവനിലോട്ട് ഇടാം. അതൊരു 10. $100 ml സൺഫ്ലവർ ഓയിൽ വേണം. അത് 80. വെച്ചോ, റൗണ്ടാക്കി വെച്ചോ. നമ്മുടെ ഈസ്റ്റ് പതഞ്ഞു വന്നിട്ടുണ്ട് കേട്ടാ. നീ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, അത്രയും പഞ്ചസാര. ഇതിലേക്കും വേണം പഞ്ചസാര അല്ലേ? ഞാനൊന്ന് മിക്സ് ആക്കട്ടെ കേട്ടോ. ഇതുകൊണ്ട് എത്ര എണ്ണം ഉണ്ടാക്കാൻ പറ്റും? ഇതുകൊണ്ട് അത് പിസയുടെ സൈസ് അനുസരിച്ചിട്ട് വലിയ പിസ ഉണ്ട്, 10 ഇഞ്ചിൻ്റെ ഉണ്ട്, 8 ഇഞ്ചിൻ്റെ ഉണ്ട്. പിന്നെ ഫാമിലി പിസ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം ഇറങ്ങണ്ടല്ലോ, ഭയങ്കര വലുത്. അറിയില്ല, വാങ്ങിക്കാറില്ല, കഴിക്കാറില്ല. അന്ന് എനിക്ക് അവിടെ വർക്ക് ചെയ്യുമ്പോഴാണ് ഒരെണ്ണം കൊണ്ടുവന്നിട്ട് ഓർമ്മയില്ല. അല്ല, പിന്നെ ഒരു വട്ടം അച്ഛൻ വാങ്ങിച്ചോണ്ടിട്ടുണ്ട് മെക്ഡൊണാൾഡിൽ നിന്ന് അങ്ങോട്ട്. അതുപോലെ കഴിക്കാനായിട്ട് തോന്നിട്ട് വാങ്ങിച്ചോണ്ടിട്ടേ കഴിക്കാൻ പറ്റാണ്ട് ഒരു ടേസ്റ്റും ഇല്ല. എന്നിട്ട് പട്ടിക്ക് കൊടുത്തു. അതിനുശേഷം വാങ്ങിച്ചിട്ടില്ലേ. നല്ല ചൂട്ടോടുകൂടി കഴിക്കണത്. കൂടെ ഓവനുള്ള അതിനെ പുറത്ത് മേടിച്ചോണ്ടെന്നാലും ഒന്ന് ഓവനിൽ വെച്ച് ചൂടാക്കിയിട്ട് കഴിച്ചാൽ മതി. തണുത്ത് കഴിഞ്ഞാൽ ചീസൊക്കെ ആകെ എന്താ പറയുക ഭയങ്കര ഹാർഡാവും. അതന്നെയാവും. കാരണം എന്താ വെച്ചാൽ ചേട്ടാ തൃശ്ശൂരിൽ നിന്ന് വാങ്ങിയിട്ട് മഴയുള്ള സമയത്തില്ല ഇവിടെ നനഞ്ഞൊലിച്ചിട്ടാ വന്നത്. പെട്ടെന്ന് ഒരു മഴ പെയ്തതാ, അത് തണുത്തു. പിന്നെ ആ സമയത്ത് ഓവനൊന്നും ഉണ്ടായിരുന്നില്ല. 2-3 കൊല്ലം മുന്നേ ആയിരിക്കും അല്ലേ ചാനൽ തുടങ്ങണേനേക്കാളും മുന്നേ. പരമാവധി ഉടനെ പോയിട്ട് കഴിക്കാം, പാഴ്സൽ മേടിക്കാതെ. അവിടെ നിന്ന് മേടിച്ചുള്ള മുൻപ് മേടിച്ച ബർഗർ കളഞ്ഞതുകൊണ്ട് കഴിക്കാൻ പറ്റാതെ മെക്ഡൊണാൾഡുകാര് നമുക്കെതിരെ കേസ് കൊടുക്കും. അവരെ കുറ്റം പറഞ്ഞിട്ട് പതഞ്ഞു വന്നിട്ടുണ്ട്. വെള്ളം ഒഴിക്കണ്ട, വെള്ളം അളന്നൊഴിക്കണ. 1/2 ലിറ്റർ 1 ലിറ്ററാണ്. പക്ഷെ അത് ഞാൻ പറയാൻ പൊളിച്ചാൽ മതി കേട്ടോ. പുറത്ത് വെച്ചിട്ട് ചെയ്യായിരുന്നു അല്ലേ, മറ്റേ സ്റ്റീലിന്റെ അതുണ്ടല്ലോ മേശമേ, അതും ഇട്ടിട്ട് പൊറോട്ടയ്ക്ക് കുഴക്കണം അല്ലേ. പണിയുണ്ടപ്പോ. ഇത് വാങ്ങിക്കാൻ കിട്ടില്ലേ ഈ ബേസ്? ഇപ്പൊ കടകളിലൊക്കെ മേടിക്കാൻ കിട്ടില്ലോ, ബേക്കറികളിലൊക്കെ പോയി കിട്ടുമായിരിക്കും. കുടുക്കോ സംഭവിക്കില്ലല്ലോ ഈശ്വര. നല്ല മിനുസാവണ്ടടാ. കുറച്ച് സമയം ഞങ്ങൾ രണ്ടാളും മാറി മാറി കുഴച്ചു. ഇനി ഇത് തോർത്തുമുണ്ടൊന്ന് നനച്ചിട്ട് ഇടണം അതിന്റെ മുകളിൽ. ഒരു അരമണിക്കൂർ അങ്ങനെ മൂടി വെച്ചിട്ട് വീണ്ടും എടുത്ത് കുഴച്ചിട്ട് നമുക്ക് ബോളുകളാക്കിയിട്ട് വീണ്ടും മാറ്റി വയ്ക്കണം. അരമണിക്കൂർ വെക്കണം അല്ലേ? ഒരു അരമണിക്കൂർ മൂടിയിടാൻ പോകട്ടെ. തോർത്തുമുണ്ട് നനച്ചിട്ട് പിന്നെ മൂടി വെച്ചു. കുറച്ച് മുമ്പ് വീർത്ത് വരും, അപ്പം വീണ്ടും എടുത്തിട്ട് ഒന്നുകൂടി കുഴയ്ക്കാം. ഇതിലേക്കൊരു ടൊമാറ്റോ പേസ്റ്റ് ഉണ്ടാക്കണം. അപ്പം അതിന് പേസ്റ്റ് ഉണ്ടാക്കണമെങ്കിൽ തക്കാളിയുടെ തൊലി കളയണം. അതിന് വേണ്ടിയിട്ട് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പം തൊലി കളയാനായിട്ട് തക്കാളി നമ്മുടെ ഈ ഭാഗം ഒന്ന് വെറുതെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. തൊലി പോവാനായിട്ടുള്ള എളുപ്പത്തിനാവില്ല ചെയ്യണം. തിളച്ച വെള്ളത്തിലൊരു 3 മിനിറ്റ് ഇട്ടാൽ മതി. 3-4 മിനിറ്റ് ഇട്ട് കഴിയുമ്പോൾ പുറത്ത് തൊലി ഇളകി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ തന്നെ അത് എടുത്തിട്ട് പച്ചവെള്ളത്തിലേക്ക് ഇടാം. ഐസ് ഉണ്ടെങ്കിൽ ഐസ് വെള്ളത്തിലേക്ക് ഇടാം. ഇപ്പം ഇതിൻ്റെ സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ് കേട്ടോ. ഇതിൽ നിന്ന് വേണ്ട എത്രയും മതി. പിസ്സയുടെ ടൊമാറ്റോ സോസ് അല്ലേ, അതുണ്ടാക്കാൻ വേണ്ടിയുള്ള വെളുത്തുള്ളിയും സബോളയും നന്നായി കുനുകുനാന്നരിയ ചോപ്പ് ചെയ്യാം. എൻ്റെ കത്തിരിക്കേണ്ടതാണ്, അതെടുത്താൽ മതിയായിരുന്നു.
വരുമ്പോ പണിയായുധങ്ങളെ കൊണ്ട് വേണം വരാൻ. നമ്മുടെ ഏറ്റവും മൂർച്ചയുള്ള കത്തിയത്. അതെ, മൂർച്ച കൂട്ടേണ്ട സാധനം ഉണ്ടല്ലോ, എവിടേക്കായിരുന്നില്ലേ? അവിടെ ഉണ്ട്. ഉണ്ടോ? ചെയ്യാറില്ല. പക്ഷേ അല്ലേ മൂർച്ച കൂട്ടാറില്ലേ അല്ലേ? ഒരു ഇലക്ട്രിക്കിൻ്റെ ഇല്ലേ ഒരു സാധനം ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ടാക്കുന്നുണ്ട്. അതെനിക്കറിയില്ല. നമ്മുടെ കയ്യിലുള്ളത് മറ്റേ സാധനം കറണ്ടിന്റെ അല്ലത്. വെള്ളം തിളച്ചു, അതിലേക്ക് നേടാൻ പോവാണ്. ഇത്ര വെള്ളം വേണ്ടായിരുന്നു അല്ലേ? 3-4 മിനിറ്റ് ഒന്ന് തിളക്കട്ടെ, പിന്നെ അത് തൊലി വിട്ടു പോരും. അപ്പോൾ അതിൽ നിന്ന് എടുത്തിട്ട് നേരെ തണുത്ത വെള്ളത്തിലേക്ക് ഇടാം. തണുത്ത വെള്ളം അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. സ്കിന്നെല്ലാം വിട്ടു തുടങ്ങിയിട്ട് അപ്പോൾ നമുക്ക് എടുത്തിട്ട് വെള്ളത്തിലേക്ക് ഇടാം. നന്നായി പഴുത്ത്, ശരിക്കും നന്നായി പഴുത്ത തക്കാളി വേണം. അപ്പോൾ വിടാത്തത് ഇതിൻ്റെ തൊലി കളയാൻ പോകും. ഈ പിസ്സ സോസും വാങ്ങിക്കാൻ കിട്ടും തോന്നുന്നുണ്ട് ഇല്ലേ? അതുണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ? പിസ്സ സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അല്ല, പിസ്സയുടെ സോസ്, ഈ ടൊമാറ്റോ പേസ്റ്റ് അങ്ങനത്തേക്ക് അല്ല സാധാരണ സൂപ്പർ മാർക്കറ്റുകളിലും കിട്ടില്ലേ? ഞാൻ ഉണ്ടാവും തോന്നുന്നു. ഞാൻ ഇവിടെ നോക്കിയിട്ട് എനിക്ക് കിട്ടിയില്ല. അവിടെ കംപ്ലീറ്റ് കച്ചപ്പ് മാത്രമേ ഉള്ളൂ, പലതരം കച്ചപ്പുകൾ. ഇതൊക്കെ പണ്ടത്തെ രീതികളാണ്, ഇങ്ങനെയൊന്നും പാരം ചെയ്യണല്ലേ. അല്ല നമുക്ക് ചെയ്യുമ്പോൾ എല്ലാം ചെയ്യാമല്ലോ, എല്ലാം വാങ്ങിക്കുകയാണെങ്കിൽ പിന്നെ എന്താ രസം. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഫുള്ള് പേസ്റ്റ് അല്ല, ചെറിയ കടിക്കുന്ന പരുവത്തിന്. കഷ്ണാക്കൊന്നും വേണ്ടേ? ഇല്ല, ഇത് ഓൾറെഡി ഹാഫ് കുക്കായല്ലേ. അരയ്ക്കണല്ലേ? ഓക്കെ, ഇതാ നമുക്കിനി ഇതിൻ്റെ സോസ് ഉണ്ടാക്കണം. അതിലേക്ക് വേണ്ട സാധനങ്ങൾ ഒറിഗാനോ, പിന്നെ ബേസിൽ, പിന്നെ ഉപ്പ്, കുരുമുളക് പൊടി, ഒലിവ് ഓയിൽ, ബട്ടർ, പിന്നെ നമ്മുടെ ടൊമാറ്റോ. പഞ്ചസാര വേണം. പഞ്ചസാര പറഞ്ഞില്ലേ? ഇപ്പോൾ പാൻ ചൂടാണ്ടിടാം. കുറച്ച് ഒലിവ് ഓയിൽ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഈ വെളുത്തുള്ളി സവാള ഇടും. വെളുത്തുള്ളി ഇട്ടു. ഇനിയിപ്പോൾ അതേ സവാള ഇടുന്നു. ഒന്ന് വാടി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒറിഗാനോയും വളരെ ലൈറ്റായിട്ട് എത്രയാണ് 2 ഗ്രാമോ 2-3 ഗ്രാമൊക്കെ ഇട്ടാൽ മതി. നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് കുറേ ഹെർബുകളുണ്ട് ഇഷ്ടമുള്ളതിനും. മെയിനായിട്ട് ഒറിഗാനോ, മെയിനായിട്ട് ഇടേണ്ടത് ഈ ഒറിഗാനാണ്. ഇഷ്ടം പോലെ ഹെർബ്സ് കൂടി വേണം, എല്ലാം കൂടി ഇട്ട് കഴിഞ്ഞാൽ ഒരു ജാതി ടേസ്റ്റ്. അപ്പം അതിൻ്റെ വച്ചില്ല നമ്മൾ ഇതിലേക്ക് ഇനി ടൊമാറ്റോ സോസ് ഒഴിക്കും. ടൊമാറ്റോ അടിച്ച് വെച്ച് അത് മൂക്കൊന്നും വേണ്ട. ഇല്ലില്ല, ഉടഞ്ഞോളം കിടന്നിട്ട് തീ കുറച്ച് വെച്ചു കേട്ടാ. തീ കുറച്ച് വെച്ചിട്ട് ഉപ്പ്, ഒരു 1.5 സ്പൂൺ പഞ്ചസാര, പറയാൻ പറ്റില്ല, കുഞ്ഞു സ്പൂണാണ്. കുരുമുളക് പൊടി, സ്പൈസി ഇഷ്ടമുള്ളവർക്ക് കൂടുതലിടാം. പിന്നെ ഒരു ചെറിയ ഒരു എത്ര പറയാം, അല്ല എത്ര ഗ്രാം പറയാം, 20 ഗ്രാം ബട്ടർ. ഇതൊന്നും മെനക്കെടാൻ നിൽക്കണ്ട, വാങ്ങിക്കാൻ കിട്ടും. പിസ്സ സോസ് മേടിക്കാൻ കിട്ടും. ശരി. അല്ല, ഇത് ഉണ്ടാക്കാൻ ഇങ്ങനത്തെ ഓവനുള്ളവരൊക്കെ പറ്റുള്ളൂ വീട്ടിലുണ്ടാക്കണമെങ്കിൽ. പാനിലുണ്ടാക്കണതൊക്കെ വീഡിയോ കണ്ടിട്ടുണ്ട്. കുറച്ച് റിസ്ക് അത്. ഇവിടെ പിന്നെ മറ്റേ ഇതിരിക്കണല്ലേ, ചിരാഷ എന്ന് മേടിച്ച്, ചിരാഷ സോസ് ലേശം സിറാഷ ഹോട്ട് ചില്ലി, തായ് ഹോട്ട് ചില്ലി സോസ്. കുറച്ചുകൂടി ഷുഗർ ഉണ്ട് കേട്ടോ. ഇതിനെപ്പോ ഒരു മധുരം മുന്നേക്ക് നിൽക്കണം ചെറുതായിട്ട്. തക്കാളി ഇവിടെ നിന്നിട്ട് ഇവരുടെ ഒപ്പം ചെയ്യായിരുന്നില്ലേ? ഞാൻ ഓൾറെഡി പോസ്റ്റ് ആയിട്ടിരിക്കും. കുക്കി ഷൂട്ടിങ് നിങ്ങളുടെ വീട് കുറച്ച് കൂടിയുണ്ട്. അതെല്ലേ, ആളെ കൂടി ഒന്ന് വീഡിയോയിൽ പിടിച്ചേക്കും.
ഇതാണ് അനിലേട്ടൻ. ഞങ്ങൾ തമ്മിൽ ഒരു കുറെ കൊല്ലത്തെ ബന്ധമുണ്ട്. അപ്പോൾ എന്താ പറയാ, നമ്മുടെ ചാനലിന്റെ വലിയൊരു ആരാധികയാണ് ആളുടെ ഭാര്യ അല്ലേ? ഞാൻ അനിലേട്ടനായിട്ട് ജോയ്സിൽ, പിന്നെ നിയയില് 2 ഹോട്ടലിൽ, നിയയിലൊരു 4 കൊല്ലം ഒരുമിച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. ഇടയിൽ ഗ്യാപ്പ് ഉണ്ട്. അല്ലല്ല, ആള് സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ. ആളെ ബിരിയാണിയൊക്കെ ഭയങ്കര ഫേമസ് ആണ് അവിടെ നിയയില് ഉള്ള സമയത്ത്. പിന്നെ ആളിടയിൽ സ്വന്തമായിട്ട് ഹോട്ടലൊക്കെ തുടങ്ങി. കണ്ണൂര്. ആ സ്ഥലം കണ്ണൂര്. ശ്രീകണ്ഠപുരം വീട് നമ്മളുടെ വീഡിയോ കണ്ടിട്ടേ വീട് ചുറ്റുപാടൊക്കെ ഒന്ന് കാണണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ എന്താ ആളിപ്പോ വർക്ക് ചെയ്യണത് മെർലിനിലാണ്, തൃശ്ശൂര്. മെർലിൻ ഇന്റർനാഷണൽ. മെർലിൻ ഇന്റർനാഷണൽ അല്ലേ മറ്റേ അവിടെ ഇല്ല മറ്റേ ഈ നമ്മളെന്ന് പറഞ്ഞ സിനിമയിലെ കുടിയിലൊക്കെ ചേരി ഇന്റർനാഷണൽ ഹോട്ടലിലാണ്. ഓഫ് ചെയ്യാൻ പോവാ. ഇത് ഇത്ര മതി, നന്നായി തിളച്ചു. അപ്പൊ ഓഫ് ചെയ്യാണ്. കയറ്റുണ്ട്. നമ്മുടെ ഡോ എന്തായി നോക്കാം. അരമണിക്കൂറായി ഉണ്ടാവോ? സാധാരണ നമ്മള് ചപ്പാത്തിയൊക്കെ പരത്തുമ്പോ സൈഡിൽ കുറച്ച് മൈദ വെക്കില്ലേ, പരത്താൻ നമുക്ക്. ഗോതമ്പ് പൊടി ഇടും. അപ്പൊ അതുപോലെ ഇടാൻ വേണ്ടിട്ടാണ് ഈ സംഭവം. മൈദയാ? കുറച്ച് അല്ല, ഇത് റവയും പിന്നെ മൈദ കിട്ടുള്ളൂ. അല്ലാണ്ട് മൈദ മാത്രം അല്ല എടുക്കാം. അല്ല, ഇത് ഇടുമ്പോ കുറച്ച് ക്രിസ്പി ഒക്കെ ആവും സംഭവം. അപ്പൊ അതിന് വേണ്ടിട്ട് മൈദ റവയും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് പരത്തുമ്പോ സൈഡിൽ നമുക്ക് കൈ ഒന്ന് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിട്ട് ഇടുന്നതാണ്. ഓക്കെ. അപ്പൊ നമ്മള് ഈ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ടാണ് കേട്ടാ പരത്താൻ പോണത്. ക്ലീൻ ചെയ്തു, നന്നായി തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളത് പൊക്കണു. ഇപ്പൊ സാധനം സെറ്റായിട്ടുണ്ട്. ഒന്നുകൂടി കുഴക്കണം അല്ലേ? എടുത്തിട്ട് നേരെ തറയിലേക്ക് ഇടാൻ പോകും. ഇത് കൊറേ പിസിക്കിണ്ടാവില്ലേ? ആ, കുറെ നാളായി പൊറോട്ടയൊക്കെ കഴിച്ചിട്ട്. നീയിലുള്ളപ്പോൾ കഴിച്ചത്. നീ പൊറോട്ട ഉണ്ടാക്കിണ്ടാ? അവിടെ ഉള്ളപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. നീയിൽ ഇറക്കുമ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. കത്തിയോടെ മുറിക്കണം. മുറിച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള ബോളുകളാക്കിയിട്ട് മാറ്റാം. അപ്പം അതിൽ കയറുമെന്ന് അറിയില്ല, കുറച്ച് ചെറുതാക്കി ഉണ്ടാകും. ബോളുകളാക്കി നമ്മളെ പിസ്സ കുറെ നാൾ മുമ്പ് വാങ്ങിച്ചു വെച്ചാൽ ഡൊമിനോസ് വാങ്ങിച്ചിട്ട് ചാനൽ തുടങ്ങണതിന് മുന്നേ അതിനെ കുറിച്ച് പറഞ്ഞു ഞങ്ങള്. കുറേ ഉണ്ടാവോടാ. കാരണം ബാക്കി ഇത് ഫ്രിഡ്ജിലൊക്കെ നമുക്ക് ഉണ്ടാക്കിയിട്ടേ നമുക്ക് ഈ ബോളുകൾ അങ്ങനെ തന്നെ ഒരു ട്രേയിലിട്ടിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ മതി. പിന്നെ നാളെ മറ്റന്നാളെ നമുക്ക് എപ്പോൾ വെച്ചാൽ ഉണ്ടാക്കാം. കോഴിയെ പച്ചക്കറി എന്തൊട്ടായാലും ഒലിവ് വേണ്ടേ? എന്ത് വേണം കണ്ടായാല് പിസയിൽ എന്ത് വേണം ഇടാം. പിസയില് നമ്മള് ഇങ്ങനെ നോക്കുമ്പോഴേക്കും നമ്മളെ കാണുന്ന ആകർഷിക്കുന്ന സാധനം ബ്ലാക്ക്. ഇതവിടെ വെയിറ്റ് നോക്കിയിട്ട് ഓരോന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലത്തെ ഉണ്ടാവും, അതിന് വയ്ക്കും. 120 ഗ്രാം 80 ഗ്രാം അങ്ങനെയൊക്കെ. കൂടാനും കുറയാനും അതിന്റെ ആവശ്യം അല്ല. അവർക്ക് അവിടെ ഹോട്ടലില് വിൽക്കുമ്പോഴേ സ്മോൾ സൈസ് അങ്ങനെ പല പല സൈസുകളുണ്ടേ. അപ്പൊ അതിന് വേണ്ടിട്ടാണ്. നമുക്ക് അങ്ങനെയൊന്നും ഇല്ലല്ലോ. വലിപ്പം കൂടിയാലും കുറഞ്ഞാലും നമുക്ക് ഇത് കുറച്ച് നേരം അങ്ങനെ ഇരിക്കട്ടെ. ഇങ്ങനെ വെക്കണം അല്ലേ? കുറച്ച് സമയം നമുക്ക് ആ ഗ്യാപ്പിൽ ചിക്കൻ വേവിക്കാം. കുറച്ച് സമയം കൂടി അത് ദേ മൂടി വെച്ചു ഈ നനഞ്ഞ തോർത്തോണ്ട്. ചിക്കൻ്റെ ഒരു കോഴീനെ എടുത്തോണ്ടാ ചെസ്റ്റ് ഭാഗം എടുക്കുന്നുണ്ട്. കോഴിനെ നന്നാക്കാൻ ആവശ്യമില്ലാതെ എടുക്കാലോ. എല്ലില്ലാത്ത ഭാഗം. ഓക്കെ, എത്ര മതിയാ? നീ ഒരു പീസും കൂടെ ഉണ്ട്. മാട്ടലിടുന്നത് ഇങ്ങനത്തെ കോഴിയില്ല നീ ഇറങ്ങിയിട്ട് അതല്ലത് ഈ ബ്രോയിലർ ചിക്കനാണ്. അത് വേറെ ടൈപ്പ് കോഴി ഉണ്ടാവും ചോദിച്ചാൽ അവിടെ നമുക്ക് അതിന് കാണില്ലേ, ഇതുപോലെ ആക്കിയിട്ട് വരാം. ഫ്രോസൺ ഉണ്ടാവും, ഫ്രഷും ഉണ്ടാവും. ഭയങ്കര വില. ഇത് ചെറിയ ചെറിയ ഫാറ്റുകൾ ഒഴിച്ചത് താമസിക്കണം. ഇത് വേവിക്കാൻ പോകണ്ട, നമ്മൾ ചെറുതായിട്ടൊന്ന് ചെറുതാക്കണ്ട്. 4 കഷ്ണാക്കിയിട്ട് വെള്ളം ഉണ്ടാക്കണം. വേണ്ട വേണ്ട. കുറച്ച് കുരുമുളക് ഇടുന്നുണ്ട്, പകുതി സവാള ഉണ്ട് ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഇത്രേ ഉള്ളൂ. ഉപ്പ്
എന്നിട്ട് ഈ സബോളയൊക്കെ എടുത്ത് കളയോ? ആ വേണമെങ്കിൽ നമുക്ക് കഴിക്കാം. ഈ കഴിക്കണം. ഇത് മൂടി വയ്ക്കാം. എൻ്റെ മൂടി. ചിക്കൻ ഇപ്പോൾ വെന്തുണ്ട്, അത് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ അതിൽ നിന്ന് എടുക്കണം. അതിനായിട്ട് പിന്നെ സോസ് ഒന്ന് മാറ്റണം. വേവിച്ച ചിക്കൻ എടുത്തു. മഷ്റൂം, കൈമുറയും പേടിയില്ല. തീരെ മുറിച്ചില്ലാത്ത കാരണം. ചിക്കൻ ഇങ്ങനെ തന്നെ വേവിക്കണമെന്നില്ലേ, നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ വേണമെങ്കിൽ മസാല ഇട്ട് ഗ്രില്ല് ചെയ്യാം, എന്ത് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വറുത്തിട്ടൊക്കെ. വറുത്തിട്ട് വേണമെങ്കിൽ നമ്മുടെ ഇന്ത്യൻ മസാലയൊക്കെ പറ്റിയിട്ട് വറുത്തിട്ടൊക്കെ ഇടാം. അപ്പോൾ ഇതും അതുപോലെ മസാലയൊക്കെ ഇട്ടിട്ട് സോട്ട് ചെയ്തിട്ടിടാം. ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട്. പിസയുടെ ബേസിക് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. സോസ്, ആ ചീസ്. അല്ല, ഇങ്ങനെ സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മുടെ ഇവിടെ കിട്ടുന്ന പിസയും ഇറ്റലിയിൽ പോയിട്ട് കഴിച്ച പിസയും തമ്മിൽ യാതൊരു ബന്ധമില്ല. ശരിയാ. കാരണം വെച്ചാൽ അവിടുത്തെ ഈ മൈദയും ഈ സാധനങ്ങളെല്ലാം വ്യത്യാസമല്ലേ. മെയിനായിട്ട് ചീസ് തന്നെ അവിടുത്തെ ചീസ് ഭയങ്കര ക്വാളിറ്റി കൂടിയ ചീസ്. അതും പല രാജ്യത്തിൻ്റെയും ടേസ്റ്റിൽ വ്യത്യാസം ഉണ്ടാവും. ഇറ്റലിയുടെ ചീസ് ഉണ്ട്, ഏറ്റവും കൂടുതൽ കുറേ ചീസുകളുണ്ട് ഇറ്റലിയുടെ. ഒരുപാട് വെറൈറ്റി ചീസുകളുണ്ട്. നമുക്കതിൻ്റെ പേര് തന്നെ പറയാൻ കിട്ടില്ല. ഒരു ബൗള് തരും. ഇത് തുന്തിരി കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ പറയണ്ട, എക്സ്പയർ ആൾക്കാർ നീ വന്നപ്പോ അന്ന് പഠിച്ചല്ലേ. മറ്റേ ബർഗർ ഉണ്ടാക്കാൻ വേണ്ടി പഠിച്ചത് അല്ലേ? ശരി. സിരാഷ എന്ന് പറഞ്ഞ സോസാണ് കേട്ടോ. തായ് ചില്ലി സോസ്. ചില്ലി സോസ് സ്പൈസിക്ക് വേണ്ടിയിട്ട് ഒഴിക്കണ്ട. മിക്സ് ചെയ്യുന്നു. പറഞ്ഞെടുത്ത് പരത്താൻ പോവാൻ കേട്ടോ. അത് ഈ ഇതിലോട്ടൊന്നും ഇടാം. സാധാരണ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ വേണമെങ്കിൽ പരത്താം, പക്ഷേ ഇതിൻ്റെ സൈഡ് കനം വരണം എന്ന് മാത്രം. അതാണ് പിസയുടെ പ്രത്യേകത. കുറച്ചും കൂടി മൈദയിലിട്ടുണ്ട് കേട്ടോ, അത് നമ്മൾ കാണിച്ചില്ല. മൈദ കൂടുതലും റവ കുറവായിരിക്കണം അല്ലേ? ഇതിൻ്റെ സൈഡ് എപ്പോഴും കനം വേണം. നമ്മൾ പരമാവധി സെൻറ്ററിൽ കനം കുറച്ച് കൊടുക്കുക. അപ്പൊ നമ്മൾ ചപ്പാത്തി പരത്തുന്ന സാധനം കൊണ്ട് പരത്തിയ ശരിയാവില്ല. ഇതുകൊണ്ട് തന്നെ വേണം. ഇവിടെ അടിപൊളിയാണ്. അപ്പൊ ഇത് ഓട്ടകൾ വന്നാലും കുഴപ്പമില്ലേ? ഓട്ടകൾ നമ്മൾ ഒട്ടിച്ചു കൊടുക്കണം. അതെ, ലാസ്റ്റ് ബാച്ച് വർക്ക് ചെയ്യണം. ഞാൻ പരത്താറുണ്ട് ഇവിടെ, പക്ഷെ ഇങ്ങനെ ചെയ്യാറില്ല. അതായത് മാവ് ഡോ ഉണ്ടാക്കാറില്ല ഞാൻ. ഇതുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുണ്ടാക്കാനുള്ള ആൾക്കാർ വേറെ ഉണ്ട്, അവരത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. ഇതെടുത്തിട്ട് ഇങ്ങനെ ആക്കല് മാത്രമേ ഉള്ളൂ. നമുക്കിത് ട്രേയിലോട്ട് ഇടാം. ഇതിന് വല്ല ബട്ടർ പരത്തി അങ്ങനെ വല്ലതും ചെയ്യോ? ഇല്ല, അവിടെ ഒട്ടിപ്പിടിക്കാറില്ല. ഇത് അറിയില്ല ഒട്ടിപ്പിടിക്കുന്നത്. നമ്മൾ ആദ്യം ഇടാനിട്ട് നമ്മുടെ ഓവൻ ഉപയോഗിക്കാൻ പോണേ. ഭയങ്കര വ്യത്യാസമുണ്ട്. നമ്മൾ നോക്കട്ടെ, ഓവൻ ഉണ്ടാക്കിയിട്ട് നോക്കട്ടെ. നമുക്ക് ഇതിന്റെ സോസുകൾ ആദ്യം സോസ് ഒഴിക്കുക. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ടൊമാറ്റോന്റെ പിസ്സ സോസ്. തക്കാളി സോസ് എന്ന് പറഞ്ഞിട്ട് മാനം കിടത്തരുതില്ലേ? ഇതിനെ കൺഗസ എന്നൊക്കെ പറയും നിങ്ങളുടെ ഹോട്ടൽ ഭാഷയിൽ. കൺഗസ എന്ന് പറയും. പക്ഷെ ഇപ്പോൾ പിസ്സ സോസ് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങണം. ഈ സെയിം സോസ് തന്നെ മറ്റേ പാസ്തയ്ക്കൊക്കെ ഉപയോഗിക്കും. ഈ കൂണിടുന്നു. സവാള, കുറച്ച് ക്യാപ്സിക്കം, പിന്നെ നേരത്തെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ. ഇനി നമുക്ക് ചീസ് ഇടാം. ഇതിൽ മറ്റേ സാധനോട് വരുമ്പോഴാണ് ഭംഗി. ഒലിവ് അല്ലേടാ ഇത്? ചീസ് ഫ്രോസൺ ആണ്. എത്ര ഫ്രീസറിലായിരിക്കണ്ടായിരുന്നേ. മൊസറല്ല ചീസ്. മൊസറല്ല കുറെ കമ്പനികളുടെ ഉണ്ട് കേട്ടോ. വില ഇല്ലില്ല. ഇതാണ് ഗ്രേറ്റ് ചെയ്യാൻ പറ്റാന്നുള്ളൂ അല്ലേ? ഈ ചീസിനെ മറ്റേ വലിയുമ്പോ നൂല് പോലെ വരുന്ന ഒരു ടെക്സ്ചർ ഉള്ളത്. ബാക്കിയുള്ള അങ്ങനത്തെ ഇല്ല. അപ്പൊ നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ഏത് ചീസ് വേണമെങ്കിൽ ഇടാം.
ഇത്തിരി ഹാർഡാവും അല്ലേ? ഇത് ഒരു ഇതിന് പിസിക്ക് എന്തോരം ചീസ് വേണമെന്നുണ്ടാ? ഇതിപ്പോ എത്ര ഗ്രാം ചീസ് ആണെന്ന് നോക്കട്ടാ. അത് ചീസ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ, ചീസ് ഇഷ്ടമില്ലാത്തവരുണ്ട്. ഇപ്പൊ ചീസ് ഇടണമെന്ന് നിർബന്ധമില്ല, അല്ലാതെയും കഴിക്കുന്നവരുണ്ട് കേട്ടോ. ഇത് 200 ഗ്രാമാണ് കേട്ടാ ഒരു ഇത്. അപ്പൊ ഒരു 25 ഗ്രാമി അല്ലേ 25 ഗ്രാമെങ്കിലും അതിൽ ചേർക്കൂല്ലേ? അല്ല, അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം ഇതിനനുസരിച്ച്. കുട്ടികൾക്കൊക്കെ ആകുമ്പോ ഇഷ്ടം ഉണ്ടാവും അതിങ്ങനെ വലിയുമ്പോ. ഒരു ഭംഗി പരസ്യത്തില് കാണുന്ന പോലെ വലിയുണ്ടോ നോക്കാം നമുക്കിത്. ഇത് കൂടുതലിട്, നമുക്ക് നോക്കാലോ. നമുക്ക് അല്ല, കൂടുതലിട്ടിട്ട് കഴിക്കാൻ പറ്റില്ലെങ്കിലോ? കഴിക്കാനൊക്കെ പറ്റും. നമ്മൾ കഴിക്കാനാണ് ആളില്ലാത്ത. ഞാനൊരു തവണ ഫസ്റ്റ് തുന്തുരു എവിടെ ഇരിക്കുമ്പോഴാ ഫസ്റ്റ് കഴിച്ചപ്പോ ഭയങ്കര ഇഷ്ടായി. അത് വിചാരിച്ചിട്ട് മറ്റേ ഇവിടെ നിന്ന് ഡൊമിനോസ് എന്നൊക്കെ വാങ്ങിച്ചു കൊണ്ടു. അവിടുത്തെ പിസ്സ നല്ല രസമായിരുന്നു. സൂപ്പർ പിസ്സ ആയിരുന്നു അന്നത്തെ. അന്ന് ബേസ് അവിടെ പുറത്തുനിന്ന് വരുമായിരുന്നു. നമ്മള് സോസും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇതുപോലെ ഉണ്ടാക്കില്ലേ? ഇത് എത്ര സമയം അതിൻ്റെ ഉള്ളിൽ വെക്കേണ്ടത്? ഇത് ചൂട് അതിന്റെ എന്തോരം ഞാൻ ഇട്ടുണ്ട് നോക്കട്ടെ. ഒരു 15 മിനിറ്റ് ഇടേണ്ടി വരും. ഓവന്റെ ചൂട്. ഇത് പരീക്ഷണ വസ്തുവാണ് കേട്ടാ അല്ലേ? ഓവന്റെ കാര്യങ്ങളും നമുക്ക് അറിയില്ല. എനിക്ക് ഞങ്ങൾക്കും അറിയില്ല, തുന്തുരുവിനും അറിയില്ലല്ലോ. 10-40 ഗ്രാം എടുത്തിട്ടുണ്ട് ചീസ്. ഓവന്റെ ടെമ്പറേച്ചർ ഒരു 250 ഇട്ടുണ്ട്. വെച്ച് നോക്കട്ടെ. 20 മിനിറ്റ് ഇട്ടുണ്ട്. നമുക്ക് ഇടയിലൊന്ന് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് സാധനം വെക്കണം. ഉൾഗടിച്ചു. ഇല്ല, അത് ആയിട്ടേ അതിന്റെ നോക്കിട്ട് പരത്താം. പരത്തി അപ്പൊ തന്നെ ഇടണം. അതിൽ നേരെ പുറത്ത് വെക്കാൻ പറ്റില്ല. അത് എടുത്ത് കഴിഞ്ഞിട്ട് അതായാലും മതി. തുറക്കാൻ പോവാണ്. ഇടയിലൊന്ന് നോക്കിണ്ടായിരുന്നു കേട്ടാ. അപ്പൊ വെന്തുണ്ടായിരുന്നില്ല. അപ്പൊ ഒരു 10 മിനിറ്റ് കൂടി ഇട്ടുണ്ട് വെച്ചു. അതെ, നമ്മുടെ ചപ്പാത്തി ഇത് വെച്ചിട്ടാണ് കേട്ടാ മുറിക്കാൻ പോണം. നല്ല മണം വരുന്നുണ്ട്. മുറിക്കാൻ പോവാ, എല്ലാവരും വിളിക്കാം. തുന്തുരു വന്നപ്പോ തുന്തുരും അനിലും ഒരുമിച്ചാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ അച്ഛനും അമ്മയും ചക്കരയും ഉണ്ണിയൊക്കെ വന്നു കേട്ടാ. വാ, എല്ലാവരും വാ. ജഗ്ഗു പിസ്സ കട്ടർ ഇല്ലേ നമ്മുടെ കയ്യില്, അതുകൊണ്ട് കത്തി വെച്ചിട്ട് മുറിക്കണം. ജഗ്ഗു ഇവിടെ പോയി? ഇത്ര നേരം ഇവിടെ കാവലുണ്ടായിരുന്നല്ലോ. ഇത്ര നേരം ഇവിടെ വന്ന് ഇനിയിപ്പോ ഇതിൽ നിന്ന് എടുക്കാം എല്ലാവരും. നമുക്ക് എല്ലാവർക്കും 4 8 ഇപ്പുറത്തേക്ക് കിടക്കുക. അച്ഛനും ആരും വരില്ല. ഇത്തിരി കൂടി കനത്തില് വരത്താന്ന് തോന്നൂല്ലേ? ഇത്ര കനം മതി. അതെ, അപ്പൊ ഇതിങ്ങനെ നിക്കൂല്ലോ. ഇങ്ങനെ പിടിക്കുമ്പോ ഇതിങ്ങനെ നേരെ നിക്കൂല്ലോ. ഇതെന്തിങ്ങനെ പോണേ? ഇതെങ്ങനെയാണ് സോഫ്റ്റ് പീസ് അല്ലേട്ടാ. അമ്മ ചക്കരക്ക് വേണ്ടേ? 1 പീസ് കൂടെ ഉള്ളൂ. കുന്തിരേ കാരണം ചക്കരക്ക് വരാൻ മടി. ചീസ് കുറവാണല്ലേ? ചീസ് എനിക്ക് മനസ്സിലാവാത്തതേ, നമ്മള് ഇത് എടുക്കണേന്ന് എനിക്ക് തോന്നുന്നു ശരിക്കും ഉണ്ടാക്കാറിയണ്ടവർക്ക് ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇങ്ങനെ എടുക്കുമ്പോ ഇങ്ങനെ പോവോ? അങ്ങനെ പോവത്. അത്രയും സോഫ്റ്റ് ആണ് പിസ്സ. അറിയാത്ത കാരണം തണുത്ത് കഴിയുമ്പോഴാ വടി പോലെ നിൽക്കണം. ശരി, ഇങ്ങനെ ചൂട്ടോടെ കഴിക്കണം. ഇത് ഒരെണ്ണം ഫുള്ള് കഴിക്കാൻ പറ്റും. അടിപൊളി. ഇനിയുള്ളത് ഞങ്ങൾ ഉണ്ടാക്കി ഞങ്ങൾ കഴിക്കട്ടെ കേട്ടാ. 7 ഉണ്ട്. ഓവനാണെന്ന് മാത്രം ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഓവൻ ഉണ്ടാക്കാൻ പറ്റുന്ന നോക്കാം. ഈ കൂട്ടുകളൊക്കെ ചേർത്തിട്ട്
കുക്കറിന്റെ ഉള്ളിൽ അതിന്റെ ഉള്ളിൽ വെച്ചിട്ട് ചെയ്ത് നോക്കാം. പക്ഷെ ചീസ് മെൽറ്റ് ആവണം. അതിന് ഇങ്ങനത്തെ എന്തെങ്കിലും വെയിലത്ത് വെച്ചാൽ മതി. നട്ടു വെച്ചേക്ക്. അപ്പൊ എന്താ നമസ്കാരം പറയാം. നമസ്കാരം. കയ്യോട് പൊന്തി